പരിശുദ്ധമായ പരമാവരമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഈ വെള്ളിയാഴ്ച മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസവും നമ്മുടെ വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് പറയുക 7 വട്ടം ഇനിയുള്ള ഈ ഒരു ദുആ. അതിലൊരു ഇസ്മുമുണ്ട്, അതിലൊരു ദുആയുമുണ്ട്. ചെറിയ ഒരു അരവരി മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞാൽ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ മഹാനാണ്. അദ്ദേഹം പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യൻ ഒരു സമയമുണ്ട്, ആ സമയത്ത് ഒരു ചെറിയൊരു ഇസ്മും ഒരു ദുആയും ചേർത്തിട്ടുള്ള വചനം നെഞ്ചത്ത് കൈവച്ച് 7 വട്ടം പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലം. ഇന്നത്തെ ക്ലാസ്സിലൊന്ന് കേട്ടാലോ? അതോടൊപ്പം തന്നെ പലരും ചോദിച്ചു, ഉസ്താദേ, ഈ ഹാജിമാര് ഹജ്ജിന് പോകുന്നത് നേരത്തെ എന്തിനാ പോകുന്നത്? 10-40 ദിവസം അവർ അവിടെ പോയി ചെലവഴിക്കാറില്ലേ? ഹജ്ജിൻ്റെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ദുൽഹിജ്ജ 7, 8, 9, 10 ദിവസങ്ങൾ, അല്ല, കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഹജ്ജിൻ്റെ പ്രവർത്തനം. ഇവർ ഈ ദുൽഖഅദ മാസത്തിലെ എന്തിനാണ് പോകുന്നത്? ഇവരിപ്പോൾ അവിടെ ചെന്നിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായൊരു സംശയം ഉണ്ടാകുമല്ലോ. പക്ഷേ അതിൻ്റെ ഉത്തരം വ്യക്തമായി കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ പരിപാവനമായ ഈ ദുൽഖഅദ മാസത്തിൻ്റെ പുണ്യമായ ഈ ദിവസത്തിൽ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇനിയും വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ വരാനുണ്ട്. ഇവിടെ നമുക്കൊരു ചർച്ച നടത്തിയാൽ, അതായത് നമ്മളൊക്കെ എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കാറില്ലേ? ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ സുബഹി നിസ്കരിക്കാറുണ്ട്. 5 വഖത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ഏതാണ് എന്നതിൽ ചർച്ചയുണ്ട്. ഒരുപാട് ഉലമാക്കൾ പറയുന്നു അതെന്താണ്? സുബഹി നിസ്കാരമാണ്. മറ്റു കുറേ ആളുകൾ പറയുന്നു അത് അസർ നിസ്കാരമാണ്. ഇപ്പോൾ നമുക്ക് അസർ നിസ്കാരം ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബ് വരെ ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിസ്കരിക്കാം, ഖളാ ആവാതെ. അവ്വൽ വഖത്ത് ആ തുടക്കം തന്നെ നിസ്കരിക്കലാണ്. പക്ഷേ സുബഹി നിസ്കാരത്തിന് നമുക്ക് ടൈം കുറവാണ്. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അത് ഭയങ്കര പ്രയാസമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആ നിസ്കാരമാണ് ഏറ്റവും ബെറ്റർ എന്ന്, ഏറ്റവും പ്രതിഫലം കൂടുതലെന്ന് ഒരുപാട് പറഞ്ഞ മഹത്തുക്കളുണ്ട്. അപ്പോൾ സുബഹി നിസ്കാരം എപ്പോഴാണ് ഖളാ ആകുന്നത്? ഇപ്പോൾ 6:05 ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നത് ഏകദേശം എൻ്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത്, സുബഹി ബാങ്ക് വിളിക്കുന്നത് 4:56 4:56 ബാങ്ക് വിളിച്ചാൽ പിന്നെ ഇക്കാമത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് കൊടുക്കുക. പിന്നെ ആ സുബഹി ഖളാ ആകുന്നത്, അതായത് ഉദയത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 6:05 6:05 6:15 കഴിഞ്ഞ് 6:10 കഴിഞ്ഞാൽ പിന്നെ സുബഹി നിസ്കാരം ഖളാ ആയി. അതായത് സുബഹി നിസ്കരിക്കേണ്ടെന്നല്ല, നിസ്കരിക്കണം, അതിൻ്റെ ആ പ്രധാനപ്പെട്ട സമയം കഴിഞ്ഞുപോയി എന്നാണ് അർത്ഥം. അപ്പോൾ പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നിസ്കരിക്കുന്ന സുബഹി നിസ്കാരം, അതാണ് നിസ്കാരങ്ങളിൽ വെച്ച്, ഫർളായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നിസ്കാരം എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ദിവസവും നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നിസ്കാരം അത് ഖളാ ആക്കിയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആദരിച്ച ദിവസമാണ്. ദുൽഖഅദ മാസം അത് അള്ളാഹു ആദരിച്ച മാസമാണ്. ദുൽഹിജ്ജ മാസം അത് അള്ളാഹു പരിഗണിച്ച മാസമാണ്. അത് കഴിഞ്ഞ് വരുന്ന മുഹറം മാസം അള്ളാഹു പരിഗണിച്ച മാസമാണ്. വെള്ളിയാഴ്ച ദിവസം അള്ളാഹു താല ശ്രേഷ്ഠത കൊടുത്ത ദിവസമാണ്. അതുകൊണ്ട് ശ്രേഷ്ഠത കൊടുത്ത ഈ ദിവസത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബഹി നിസ്കാരം. അത് ഖളാ ആക്കിയാൽ ആ ദിവസം തന്നെ നമുക്ക് വലിയ ബറക്കത്ത് കേടായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള ഒരു നിസ്കാരവും, ഇനി വെള്ളിയാഴ്ച ദിവസം വരാനുണ്ട്, വ്യാഴാഴ്ച, ബുധനാഴ്ച, ചൊവ്വാഴ്ച, തിങ്കളാഴ്ച, ഏത് ദിവസമാണെങ്കിലും സുബഹി നിസ്കാരം ഖളാ ആക്കാതെ, എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഖളാ ആക്കാതെ നിസ്കരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരാൾ ചോദിച്ചു, ഉസ്താദെ, ഈ ഹജ്ജിന് വേണ്ടി, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലല്ലേ? ദുൽഹിജ്ജ 8, 9, 10, 11 ദിവസങ്ങളിലൊക്കെയാണല്ലോ ഈ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. പിന്നെ ഇപ്പോഴേ ഹാജിമാരെന്തിനാ പോകുന്നത്? അവർക്ക് ആ സമയത്ത് പോയാൽ പോരെ എന്നൊരു മാന്യമായ ഒരു സംശയം.
അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസമൊക്കെയാണ് അവർ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാണെങ്കിൽ ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ, അതായത് ആ ബലിപെരുന്നാൾ അല്ലെങ്കിൽ ദുൽഹിജ്ജ 8, 9, 10 ദിവസങ്ങളിൽ പോയാൽ മതി, ഹജ്ജ് ചെയ്തിട്ട് പോരാം. പക്ഷേ ഇത് ജീവിതത്തിൽ നമുക്ക് ഒരു സന്ദർഭത്തിൽ മാത്രം കിട്ടുന്ന, എല്ലാ വർഷവും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, അങ്ങനെ എല്ലാ വർഷവും പോകുന്നവരൊക്കെ ഉണ്ടാവാം. എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അത് പുണ്യമായ ഒരു അമലാണ്. ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി മാത്രമല്ല, അതിൽ ഉംറയുണ്ട്, മദീന സിയാറത്തുണ്ട്, അതുപോലെ ആ പരിശുദ്ധമായ മക്കയുടെ പരിസരത്തുള്ള ഒരുപാട് പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ സന്ദർശിക്കുന്ന പുണ്യമായ ഒരു യാത്രയാണ് ഹജ്ജിൻ്റെ യാത്ര. പുണ്യമായ ഒരു അമലാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവർ ഈ നേരത്തെ പോയിട്ട് ഇപ്പോൾ ഹാജിമാരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ഉംറ കർമ്മം നിർവഹിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരത്തുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നു. അതുപോലെ തന്നെ മദീന സിയാറത്തിനായി പോകുന്നു. എല്ലാ ഹാജിമാരും ഒരുമിച്ച് കൂടുന്നത് ദുൽഹിജ്ജ 7, 8, 9, 10 ദിവസങ്ങളിലൊക്കെയാണ്. കാരണം അപ്പോഴാണ് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഹാജിമാരൊക്കെ കടക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത്? അവരെ ഉംറ ചെയ്യുന്നു, അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിൽ തന്നെ അവർ കൂടി ദുആരക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, ത്വവാഫ് ചെയ്യുന്നു. അങ്ങനെ പുണ്യമായ ഒരുപാട്, ഹറമിലൊക്കെ ഒന്ന് പോയി ഇരുന്നാൽ തന്നെ എന്ത് പ്രതിഫലമാ അല്ലേ? ആ പരിശുദ്ധമായ കാബയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഹാജിമാർ. ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ്, ഇതുപോലെ ഇനി ഒരുപാട് വെള്ളിയാഴ്ചകൾ വരാനിരിക്കുന്നു. ഇനിയുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ ഹറമുകളിൽ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര തിരക്ക്, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സംഗമമാണ്. അള്ളാഹുവേ ഞങ്ങളുടെ പ്രതിനിധികളായി ഒരുപാട് ഹാജിമാർ പോയിരിക്കുകയാണ്. എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും നീ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമായ ഈ ദിവസത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു അമല് അതെന്താണ്? സ്വലാത്ത് പറയുക അല്ലേ? നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറയാറുണ്ട്. ഇന്നലെ വ്യാഴാഴ്ച, ഇന്നലെയും നമ്മളൊരു സ്വലാത്ത് പഠിച്ചിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? സ്വലാത്തുകൾ പറയണം. എല്ലാ ദിവസവും സ്വലാത്ത്. ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് മലക്കുകൾ എഴുതുന്നത് ഒരു കിതാബിൽ കണ്ടത് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നമ്മളൊക്കെ എവിടെയാണെന്ന് ചിന്തിച്ചു. അതായത് ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നവനാണ് എന്ന് മലക്കുകൾ എഴുതുന്നത്, ഒരാൾ ഒരു ദിവസം 300 സ്വലാത്തെങ്കിലും ചൊല്ലണം, എന്നാലേ ഇവൻ സ്വലാത്ത് ചൊല്ലിയവനാണെന്ന് മലക്കുകൾ എഴുതുന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ എത്ര ചൊല്ലിയിട്ടുണ്ടാവും റബ്ബേ അല്ലേ? നമ്മളൊക്കെ കഷ്ടിച്ച് നിസ്കാരം കഴിഞ്ഞൊരു 3 സ്വലാത്ത് തപ്പിപ്പടഞ്ഞ് പറയുന്നവരാണ്, ഒപ്പിച്ച് പറയുന്നവരാണ്. മഹാന്മാർ പറയുന്നു, ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് മലക്കുകൾ എഴുതണമെങ്കിൽ അവൻ ഒരു ദിവസം 300 സ്വലാത്ത് ചുരുങ്ങി ചൊല്ലണം. ഇത് വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു, ഇങ്ങനെ ചൊല്ലണമെങ്കിൽ കുറഞ്ഞ സമയം മതി. അതിന് തന്നെ ഇരിക്കണമെന്നില്ല. നമുക്ക് ഏത് നല്ല പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വാഹനം ഓടിക്കുന്നു, മീൻ മുറിക്കുന്നു, അലക്കുന്നു അല്ലേ, തേങ്ങ ചിരവുന്നു, അതുപോലെ തന്നെ ഇറച്ചി നമ്മൾ കഷ്ണിക്കുന്നു, സവോള അരിയുന്നു, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്വലാത്ത് പറയാം. അപ്പോൾ 300 അല്ല, വേണമെങ്കിൽ 3000 നമുക്ക് വേണമെങ്കിൽ ചൊല്ലാൻ പറ്റും. അതുകൊണ്ട് സ്വലാത്ത് മറന്നു പോകാൻ പാടില്ലാത്ത പുണ്യമായ ഒരു ദിനമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. സൂറത്തുൽ കഹഫിൻ്റെ പാരായണം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരാൾ വ്യാഴാഴ്ചയും സൂറത്തുൽ കഹഫ് ഓതി, വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹഫ് ഓതിയാൽ അവനിക്ക് ഇരട്ട പ്രകാശം. ഏതെങ്കിലും ഒരു ദിവസം ഓതിയാൽ മതി, പക്ഷേ 2 ദിവസം ഒരാൾ ഓതിയാൽ ഇരട്ട നേട്ടമാണ്. ഒരാൾ ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഈ ഒരാഴ്ച അള്ളാഹുവിൻ്റെ കാവൽ അവനിക്കുണ്ടാകുമെന്നാണ്. ഒരു രോഗമോ ഒരു പ്രശ്നത്തിലോ അവൻ പോയി പെടില്ലെന്നാണ്. എന്തെങ്കിലും പെട്ടാൽ പെട്ടെന്ന് ഊരി വരാനുള്ള ഒരു വഴി അള്ളാഹു തആല തുറന്നു കൊടുക്കുമെന്നാണ്. ദജ്ജാലിൻ്റെ ആ ഒരു ഷർറുണ്ടല്ലോ, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാ? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി നോക്കുക, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ദജ്ജാൽ. അപ്പോൾ ഒരു ഫോട്ടോ വരും, ഒരു മനുഷ്യ ഒരു എന്താ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു മുഖം, നെറ്റിയിലൊരു കണ്ണ്, എന്നിട്ട് ഇങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന രൂപം. അതാണോ ദജ്ജാൽ? അതല്ല ദജ്ജാൽ. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാൻ? ഒരു മനുഷ്യനാണ്. ദജ്ജാൽ ആരാ? ഒരു മനുഷ്യനാണ്. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് കേട്ടിട്ടില്ലേ? യഅ്ജൂജ് മഅ്ജൂജ്, അത് ഖിയാമത്ത് നാളാകുമ്പോൾ വരുന്ന ഒരു വിഭാഗമാണ്. അവരാരാ? അതും മനുഷ്യനാണ്. ഈ പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ മനുഷ്യന്മാരാണെന്നേ. ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ ദജ്ജാലാണ്. ദജ്ജാൽ അവൻ ആരാ? മനുഷ്യനാണ്.
ദജ്ജാലിൻ്റെ രൂപം പറയുന്നുണ്ട് ചുരുണ്ട മുടിയാണെന്നാണ്. ഈ ചുരുണ്ട മുടി രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കാണാൻ അഴകുള്ള നല്ല രസമുള്ള ചുരുണ്ട മുടിയുണ്ട്, മറ്റത് നമുക്ക് വെറുപ്പുള്ള ചുരുണ്ട മുടിയുണ്ട്. അതുപോലെ തന്നെ വെറുപ്പുണ്ടാകുന്ന, കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നുന്ന ചുരുണ്ട മുടിയായിരിക്കും ദജ്ജാലിനുണ്ടാവുക. ദജ്ജാലിന് രണ്ട് കണ്ണുമുണ്ട്. ഒറ്റ കണ്ണൻ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നെറ്റിയിലൊരു കണ്ണല്ല, അത് പൊട്ടത്തരമാണ്. രണ്ട് കണ്ണുമുണ്ട്. രണ്ട് കണ്ണിൽ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ, ഒരു കണ്ണിന് കാഴ്ചയില്ല. ഈ കാഴ്ച ഉള്ള കണ്ണുണ്ടല്ലോ, ആ കണ്ണ് തന്നെ ഈ നമ്മൾ മുന്തിരി എടുത്തിട്ടൊന്ന് നെക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഫലം അത് പുറത്തേക്ക് ഇങ്ങനെ വരൂലേ, ചാടി വരൂലേ, ഇതുപോലെ അവൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു എന്നാണ്. ശരീരം മൊത്തം ചുവന്ന നിറമായിരിക്കും, പൊക്കം കുറഞ്ഞ ആളാണ്, മൊത്തം രോമമായിരിക്കും. താറാവ് നടക്കും പോലെയാണ് നടക്കുന്നത്. അതായത് താറാവ് എങ്ങനെ നടക്കും? താറാവ് ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞല്ല, ആ രൂപത്തിലാണ് നടക്കുന്നത്. അവൻ്റെ കാലിൻ്റെ മുൻഭാഗം ഇങ്ങനെ ചേർന്നിരിക്കും, ആ കാലിൻ്റെ പിറകു ഭാഗം, ആ കുതിഭാഗം ഇങ്ങനെ അകന്നാനി ഇങ്ങനെയാണ് നടക്കുന്നതെന്നാണ്. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ഹദീസിലുള്ള കാര്യങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അവൻ പോകാത്ത സ്ഥലമില്ല. മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസും ഒഴിച്ച് എല്ലാ സ്ഥലത്തും പോയി അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മുസ്ലിമീങ്ങളെ കൊന്നുകളയുമെന്നാണ്. അവൻ്റെ കൂടെ 70,000 ജൂതന്മാർ പടയാളികളായിട്ടുണ്ടാകുമെന്നാണ്. മഹാനായ ഈസാ നബി വന്നിട്ട് ദജ്ജാലിനെ കൊല്ലും. നമ്മുടെ കാലത്ത് ദജ്ജാൽ വരുമോ ഇല്ലോ നമുക്കറിയില്ല. നമ്മുടെ കാലത്തല്ല, നമ്മുടെ സന്താന പരമ്പരയുടെ കാലത്ത് ഏതായാലും വരുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ നമുക്ക് ആ ദജ്ജാലിൽ നിന്നുള്ള കാവൽ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സന്താന പരമ്പരകൾക്കും, നമ്മുടെ മകൻ്റെ കാലത്തായിരിക്കാം ചിലപ്പോൾ ദജ്ജാൽ അള്ളാഹ്ക്കറിയാം. എന്നാൽ ലോകം അവസാനിക്കുന്ന അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓതിയ ആ സൂറത്തുൽ കഹ്ഫിൻ്റെ ബറക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മക്കളുടെ മക്കൾ രക്ഷപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം മറന്നു പോവണ്ട. ദാരിദ്ര്യമുണ്ടാവില്ല സൂറത്തുൽ കഹ്ഫ് നിത്യമായി ഓതുന്നവർക്ക്. ദുആ നമ്മൾ അധികരിപ്പിക്കേണ്ട സമയമാണ് ഇനിയുള്ള ദിവസങ്ങൾ. കാരണം ദുൽഹിജ്ജയുടെ പുണ്യമായ പവിത്രമായ ദിനങ്ങൾ അടുത്തു വരികയാണ്. എൻ്റെ ഉമ്മമാർക്ക് ഇന്ന് ഞാനൊരു ഇസ്മ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ചേർത്തിട്ടുള്ള ഒരു ചെറിയൊരു ദുആ. ഈ ദുആ ആരാ പഠിപ്പിച്ചെന്നറിയോ? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണ്, ഒരു ഇസ്മാണ്. ആരാ ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു? നമുക്ക് 4 മദ്ഹബ് ഉണ്ട് അല്ലേ? ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഈ കോട്ടയം, പത്തനംതിട്ട, അതുപോലെ തന്നെ ഇടുക്കി ഭാഗത്തൊക്കെ ഭൂരിഭാഗം ആളുകളും എന്തായിരിക്കും? ഹനഫി മദ്ഹബ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്ക്, തമിഴ്നാട് ആ ഭാഗത്തേക്ക് ചെന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെ ഈ നമ്മുടെ ഈജിപ്റ്റ്, അതുപോലെ തന്നെ സിറിയ, അവിടെയൊക്കെ ചെന്നാൽ അഹ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ ഹറം ഷരീഫ് മക്കയിലെ മദീനയിലൊക്കെ ചെന്നാൽ മാലിക്കി മദ്ഹബ്, അതുപോലെ ഹംബലി മദ്ഹബ് ഒക്കെ അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ ഇസ്ലാം തന്നെയാണ്. ഇതൊക്കെ എന്താണ്? പലരും പല രൂപത്തിലാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും 2 രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ടാകും. 2 രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. ആ 2 രൂപത്തിൽ ഒരു രൂപമായിരിക്കും ഷാഫി ഇമാമ് തെളിവ് പിടിച്ചിട്ടുണ്ടാവുക, മറ്റേ രൂപമായിരിക്കും ചിലപ്പോൾ ഹനഫി ഇമാമ് തെളിവ് പിടിച്ചു. രണ്ടും ഹദീസ് അടിസ്ഥാനത്തിൽ തന്നെ, അത്രേ ഉള്ളൂ. എല്ലാം നല്ലതാണ്. അപ്പോൾ ഈ മദ്ഹബിൻ്റെ ഇമാമിൽപ്പെട്ട ആളാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്തെന്നറിയോ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വ്യക്തിയാണ്. ഞാൻ നിങ്ങളൊക്കെ എത്ര ഹദീസ് മനപ്പാടമാക്കി? നമുക്ക് ഏത് ഹദീസ് അറിയാം? നമുക്ക് കാണാതെ ഏത് ഹദീസ് അറിയാം? അറബി ഏതെങ്കിലും ഹദീസ് അറിയോ? നമുക്ക് ഏതെങ്കിലും ഒരു മലയാളത്തെ ഹദീസിൻ്റെ മലയാളം അറിയായിരിക്കും അല്ലേ? ഇത് സനദ് ഉൾപ്പെടെ ആ ഹദീസ് പറഞ്ഞ ആൾ ആരാ, ആ പറഞ്ഞ ആൾക്ക് ആര് പറഞ്ഞു കൊടുത്തു, അയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സനദ് ഉൾപ്പെടെ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ മയ്യിത്ത് നിസ്കാരം നടന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ 25 ലക്ഷം ആളുകളാണ് ഇദ്ദേഹം മരിച്ചപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തതെന്ന് കിതാബിൽ കാണാം. ഇദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ഖബറടക്കി. ഏകദേശം 230ഓളം വർഷം കഴിഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ ഖബർ അവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാൻ അന്നത്തെ ഭരണാധികാരി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഖബർ തുരന്നു. അതായത്
ഒരു മണിക്കൂർ മുമ്പ് അടക്കിയ അതേ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത്. 230 വർഷം കഴിഞ്ഞിട്ടും ആ കഫം തുണിക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖബർ മാന്തിയപ്പോൾ കാണാൻ സാധിച്ച അത്രമാത്രം അള്ളാഹുവിൻ്റെ വലിയമാരിൽപ്പെട്ട ഒരു മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, വലിയ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 70 ചുവന്ന ഒട്ടകങ്ങൾ, ഇന്നത്തെ ബെൻസ് കാറുകൾ, ആ ബെൻസ് കാറ് നമ്മുടെ കയ്യിൽ ഫ്രീ ആയി കിട്ടുന്നതിനേക്കാൾ അന്നത്തെ കാലത്ത് വിലയുണ്ടായിരുന്നു ചുവന്ന ഒട്ടകത്തിന്. ആ ചുവന്ന ഒട്ടകം നിങ്ങളുടെ കയ്യിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നബിയെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ്? നിങ്ങൾ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് ഉപേക്ഷിക്കരുതേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ സുബഹി ജമാഅത്ത്, ആ സുബഹി നിസ്കാരം, ഫർളായ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നെഞ്ചത്ത് കൈവെക്കുക, ഹൃദയത്തിന്റെ ഭാഗത്ത് അവന്റെ വലത് കൈപ്പത്തി വെച്ചിട്ട് അവൻ പറയുന്നു 7 വട്ടം. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഇസ്മുൽ ആലം എന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ ഒരു ഇസ്മാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മു. അങ്ങനെ അവൻ ആ ഇസ്മും ചേർത്തിട്ട് ഒരു ദുആ പറയുന്നു. എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹീ ഖൽബി ബിനൂരി മഅരിഫതിക് എന്ന് ഒരു മനുഷ്യൻ 7 വട്ടം പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, അവനിക്ക് അല്ലാഹനെ കാണാനുള്ള അവസരം അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. അവൻ അറിയാതെ അവനിക്ക് റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ്. മാത്രമല്ല അവനിക്ക് ദുനിയാവിൽ ഒരു ദാരിദ്ര്യമോ പ്രശ്നമോ പ്രയാസമോ അല്ലാഹു കൊടുക്കൂല. ഖൈറിന്റെ സലാമത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാ. എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക് എന്ന് പറഞ്ഞേ, ഒരു 3 വട്ടം പറഞ്ഞേ. യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക് യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക് യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക് എന്ന് ഒരു മനുഷ്യൻ 7 വട്ടം പറയുക. ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് എൻ്റെ ഉപ്പമാര് പറ്റുന്നതുപോലെയൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഇത് പറഞ്ഞ് എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള അമലുകളൊക്കെ ചെയ്ത് ഇതിൻ്റെയൊക്കെ പ്രതിഫലം എന്താണോ അത് കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ ഒരു ദിവസം അള്ളാഹുവേ, ഒരുപാട് നന്മകൾ ഞങ്ങൾ കേട്ടു, ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ബറക്കത്തിലാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ കമന്റിലൂടെയൊക്കെ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആയിനെ, ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.